ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജലജ അനിയോട് പറയുന്നുണ്ട്, അനി, നീ സ്നേഹിക്കേണ്ടത് നിൻ്റെ ഭാര്യയും അവരുടെ വീട്ടുകാരെയുമാണ്, അല്ലാതെ നിൻ്റെ ഏട്ടത്തിമാരുടെ കുടുംബത്തെ അല്ല എന്ന് പറയും. ഈ കുടുംബത്ത് ആരെങ്കിലും പെണ്ണുങ്ങളുടെ നേരെ കൈ പൊക്കാറുണ്ടോടാ? നിൻ്റെ അച്ഛൻ എന്തെങ്കിലും എൻ്റെ നേരെ കൈ പൊക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? മുത്തശ്ശൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ പിന്നെ നീ എന്താ ഇങ്ങനെയായെന്ന് അനിയോട് ചോദിക്കുന്നുണ്ട് ജാനകി. എനിക്ക് സഹിക്കാൻ പറ്റാതിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമ ചോദിക്കാനും ഞാൻ തയ്യാറാണ് അനി പറയും. അപ്പം രേവതി പറയുന്നുണ്ട്, അനി അങ്ങനെ ക്ഷമയൊന്നും ചോദിക്കണ്ട, അനി മോളുടെ ഹസ്ബൻഡ് അല്ലേ, അപ്പോൾ ആ ഒരു രീതി തന്നെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറയും. മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് ജീവിക്കുകയും അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ മോളുടെ മുഖത്ത് തല്ലുകയും ചെയ്യുന്നതൊന്നും ശരിയല്ല. ഞങ്ങളിങ്ങനെ അല്ല ഈ വീട്ടിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ തന്നെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മോളെ അങ്ങനെ തല്ലിയതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. നയനേടത്തിയുടെ അമ്മയെക്കുറിച്ച് ഇവൾ മോശമായിട്ട് സംസാരിച്ചു, അതെനിക്ക് സഹിച്ചില്ല, അതാ ഞാൻ തല്ലിയെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഉടനെ അനാമിക പറയും, മക്കളെ എല്ലാം കൂടെ കോടീശ്വരന്മാരെ കൊണ്ട് കെട്ടിക്കാനായിട്ട് എന്ത് വേഷവും കിട്ടുന്ന ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ ഇനിയും പറയുമെന്ന് പറയും. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വീണ്ടും ഇവളുടെ മുഖത്ത് എൻ്റെ കൈ ഇരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി അങ്ങ് കയറിപ്പോവും. അന്നേരം അനാമിക അമ്മയോടും അച്ഛനോടും പറയുന്നുണ്ട്, വാ അമ്മേ, ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞ് അനാമിക അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോഴത്തേന് വേണു പറയുന്നുണ്ട്, ഞങ്ങളുടെ മോളെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുമല്ല, പക്ഷേ അനി വന്ന് വിളിക്കാതെ ഇനി ഇങ്ങോട്ട് വിടുന്ന കാര്യമില്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെ അനാമികയുടെ പുറകെ അങ്ങ് ഇറങ്ങുന്നു. അത് കാണുന്ന ജലജ പറയുന്നുണ്ട്, ജാനകി നീ സൂക്ഷിച്ചു, നിൻ്റെ മരുമകൾ ഇങ്ങനെ എപ്പോഴും ഇറങ്ങിപ്പോയാൽ ശരിയാകത്തില്ല, അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയാണ് അനി എപ്പോഴും നോക്കുന്നത്, അങ്ങനെ പോയാൽ ഇനി ഇവിടെ നിൽക്കുന്നത് നന്ദുവായിരിക്കും എന്ന് പറയും. അതെന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ വല്ലതും വന്നാൽ ഞാൻ അവളെ കൊന്നിട്ട് ജയിലിൽ പോകുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ജാനകി അകത്തേക്ക് പോകുന്നുണ്ട്. അത് കാണുമ്പോഴത്തേനും ജലജിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആദർശും ജയനും കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ജീവിച്ചാൽ അതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കുന്നത് ഈ അമ്മയായിരിക്കുമെന്ന്. ആദർശിന് അത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. നയനെ കുറ്റപ്പെടുത്തിയായി പറയുന്നതെന്നൊക്കെ ആദർശിന് മനസ്സിലാകും. അന്നേരം ആദർശ് ചോദിക്കും, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന്. അതല്ല, ഞാൻ പറഞ്ഞത് കേൾക്കാതെ തന്നെ നീ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പിന്നെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല, മരിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടാണ് ദേവയാനി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നത്. അന്നേരം ആദർശ് അച്ഛനോട് ചോദിക്കും, എന്താ അച്ഛാ അമ്മ ഇങ്ങനെയൊക്കെയെന്ന്. എന്ത് പറയാനാ മോനെ, നീ ഇതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ, എന്നേക്കാൾ ധർമ്മസങ്കടത്തിലാണ് നീ എന്ന് എനിക്ക് മനസ്സിലാകും, ഭാര്യയും അമ്മയും ഒരുപോലെ തന്നെ സ്നേഹിക്കണം നീ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശിനെ. അനാമികയും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് അനിയെ വഴക്ക് പറയാൻ ചെന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രേവതിക്കാണ് ഭയങ്കര ദേഷ്യം. മോളെ, നീ അവളുമാരെ രണ്ടിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കണം, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നെന്നോ പറഞ്ഞാലും ദേവയാനിയുടെ മനസ്സ് നീ ചൂട് പിടിപ്പിച്ച് അവളുമാരെ അന്നേരം തന്നെ ഇറക്കിയേക്കണമെന്നൊക്കെ പറയും. അന്നേരത്തേന് വേണു പറയുന്നുണ്ട്, അവിടെ എല്ലാവരും മലയ്ക്ക് പോകുന്നത് കാൽനടയായിട്ടാണ്, അപ്പോൾ അവർ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഏകദേശം ഒരു 5-6 ദിവസമെങ്കിലും എടുക്കും. ആ സമയത്ത് അവളുമാരെ ആ വീട്ടിൽ നിന്ന് പുകച്ച് ചാടിക്കണം. കാൽനടയായിട്ടൊക്കെ പോയിട്ട് വരുന്നവർ വരുമ്പോഴത്തേന് ആ വീട്ടിൽ അവന്മാരുടെ ഭാര്യമാരാരും കാണരുതെന്ന്. നയനെ വേണം ആദ്യം ഇറക്കാൻ. അനി പറഞ്ഞത് കേട്ടില്ലായിരുന്നു, അവൻ്റെ ഏട്ടത്തിയായ നയനയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലെന്ന്, അതുകൊണ്ട് അവളെയാണ് ആദ്യം പുകച്ച് ചാടിക്കേണ്ടതെന്ന് വേണു പറയും. ആദർശിന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ആദർശ് അവൻ്റെ ഭാര്യയെ അവൻ്റെ വീട്ടിൽ പോയി കണ്ടേച്ചാൽ മതിയെന്നും പറയുന്നുണ്ട്. പിന്നെ നീ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടത് നവിയോടും നയനയോടും മാത്രമാണ്, പക്ഷേ അനിയുമായിട്ട് നീ സ്നേഹത്തിൽ തന്നെ നിൽക്കണം, എന്നാലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാകുമെന്ന് പറയും. ഇപ്പം നിൻ്റെ അമ്മായിമ്മയായ ജാനകി നിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ അവരുടെ മകൻ്റെ ഒപ്പമേ നിൽക്കത്തുള്ളൂ, അന്നേരം നീ ഒറ്റയ്ക്കായി പോവില്ലേ, അതുകൊണ്ട് അനിയെ നീ വശത്താക്കിയേക്കണമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാനകിക്കാണ് ദേഷ്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ജാനകി നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോൾ നന്ദുവും കനകയും അവിടെ ICUവിൻ്റെ മുമ്പിലിരിപ്പുണ്ട്. അത് കാണുമ്പോഴത്തേന് ജാനകി അങ്ങോട്ട് വന്ന് ചോദിക്കും, നീയൊക്കെ പോയില്ലേ, നീ എന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെയാണ് ഏട്ടത്തിക്ക് കാണുകയേ ചെയ്യരുത്,
നിൻ്റെ മക്കളെയും കാണരുത്, എന്നിട്ട് നീയൊക്കെ എന്തിനാ ഇവിടെ വന്ന് കെട്ടിക്കിടക്കുന്നതെന്നൊക്കെ ചോദിച്ച് ജാനകി അങ്ങ് ദേഷ്യപ്പെടുവാണ്. എൻ്റെ മരുമകളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചാണോ നീ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നതെന്ന് നന്ദുവിനോടും ചോദിക്കും. നീയൊക്കെ എന്നെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ മരുമകളെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നും ആ സ്ഥാനത്ത് കയറിയിരിക്കാമെന്നൊന്നും വിചാരിക്കേണ്ടടി എന്ന് പറഞ്ഞ് നന്ദുവിനോട് ദേഷ്യമാണ് അന്നേരം കനക പറയുന്നുണ്ട്, എൻ്റെ നന്ദൂട്ടനെ കുറിച്ച് അനാവശ്യം പറയരുത്, ഇങ്ങനെ ഒരു സാഹചര്യമായി പോയോണ്ടാ, അല്ലെങ്കിൽ ഞാനിതിന് നല്ല തക്ക മറുപടി തന്നേനൊന്ന്. എന്ത് സാഹചര്യം എവിടെ ഇതിന് മാത്രം ഉള്ളത്? ഏട്ടത്തി അകത്ത് ഓപ്പറേഷന് കിടക്കുന്ന സമയത്ത് നീയൊക്കെ എന്തിനാ എവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. എന്താ ചെറിയമ്മേ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. നീ എല്ലാത്തിനും സാക്ഷിയല്ലായിരുന്നോ അനി അനാമിക മോളുടെ മുഖത്തടിച്ചപ്പം? അപ്പം നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ അവനോട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്? അവനെ പിടിച്ചു മാറ്റാൻ നീ ശ്രമിച്ചില്ലല്ലോ എന്ന് പറയും. അതിന് അവളല്ലേ ഇവിടെ കിടന്ന് ബഹളം വെച്ചത്, അതിന് അനി അവളെ തല്ലിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അപ്പോൾ നീയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അനാമിക മോള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഇവളെ അങ്ങോട്ട് കയറ്റാൻ നോക്കുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചെറിയമ്മ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ, ഇവിടെ നിൽക്കുന്നത് ബാക്കിയുള്ളവർക്ക് തലവേദനയാണ്. അപ്പം ഞാൻ നിൽക്കുന്നതാണ് നിനക്ക് തലവേദന, ഇവളുമാർ ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ലല്ലേ എന്ന് പറയും. ഇപ്പം എനിക്ക് അത് കുഴപ്പമില്ല, ഇവരിവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതെന്ന് പറയും. എന്ത് സാഹചര്യമാണ് ഇവിടെ ഉള്ളത്? ഇവളുമാരെ ഇവിടെ നിർത്തുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടമില്ലെന്ന് അറിയത്തില്ലേ, പിന്നെ നീ എന്തിനാ നിർത്തുന്നു പറയും. എനിക്കതൊന്നും കേൾക്കണ്ട, ഇനിയിപ്പം ചെറിയമ്മ ഇവിടെ നിൽക്കണ്ട, പൊക്കോളാൻ പറഞ്ഞ് ആദർശ് അങ്ങ് ദേഷ്യപ്പെടും. അതേ ചൂടിൽ തന്നെ ജാനകി നേരെ ജയൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ജയൻ കുറച്ച് മാറിയാണ് ഇരുന്നത്. അപ്പം ജയൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, ജയേട്ടൻ ഇതൊക്കെ അറിഞ്ഞില്ലായിരുന്നു, അനി അനാമികയുടെ മുഖത്തടിച്ചെന്ന് പറയും. അത് ഞാൻ അറിഞ്ഞായിരുന്നു, അത് അവളുടെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ, നിൻ്റെ മരുമോള് ഒരു ഹോസ്പിറ്റലാണെന്ന് പോലും ഓർക്കാതല്ലേ ഇവിടെ വന്ന് കിടന്ന് ബഹളം വെക്കുന്നത്, അപ്പോൾ ആരായാലും എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് പറയും. നീ നിൻ്റെ മരുമോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ജയൻ അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് ജാനകിക്ക് ദേഷ്യം വരും. ജാനകി പറയും, എല്ലാവരും നയനെ എടുത്ത് തലയിൽ വെച്ചിരിക്കുക, അവളല്ലേ ഇന്നത്തെ ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാർ, എന്നിട്ട് അവളും അവളുടെ വീട്ടുകാരുമാണ് ഇവിടെ ഐസിയുവിന് മുമ്പിൽ ഏട്ടത്തിക്ക് കാവലിരിക്കുന്നത്. ഏട്ടത്തി ഇതറിഞ്ഞാൽ തന്നെ ദേഷ്യപ്പെടും. ഏട്ടത്തിക്ക് ഇവരാരെയും കാണുന്നത് ഇഷ്ടമല്ലെന്ന് ജയേട്ടൻ അറിയത്തില്ലെന്ന് ചോദിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നയനയുടെ കുടുംബക്കാരും ഇവിടെ ഇരിക്കുന്നതാണ് എനിക്കും ആദർശിനും വലിയ കാര്യം തന്നെ, അതുകൊണ്ട് അവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് ജയനും പറയും. പിന്നെ നിന്റെ മരുമകളുടെ മുഖത്ത് അനി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കുഴപ്പം കൊണ്ടാണ്, അവൾ അത്ര ഡീസൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് നീ അത് അനുസരിച്ച് പെരുമാറണമെന്ന് ജാനകിയെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നുണ്ട്, എൻ്റെ അനാമിക മോൾക്ക് അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ ആ കൂട്ടത്തിൽ ഞാനും ഇറങ്ങിപ്പോകുമെന്ന് പറയും. ജയൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്ന് അറിയുമ്പം പിന്നെ ജാനകി അജയൻ്റെ അടുത്ത് എന്ന് പറയും, എൻ്റെ അജയേട്ടാ, അനാമിക മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അനിയുടെ ഭാഗത്തല്ലായിരുന്നോ തെറ്റ്? അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അനാമിക മോൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ കല്യാണശേഷം ഇവർ തമ്മിൽ കാണാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയല്ലേ വേണ്ടത്? ഇതങ്ങനെയാണോ? അനാമിക മോൾ ഇവരെ മിക്കയിടത്തും വെച്ച് കാണുന്നു, അത് കാണുമ്പോഴത്തേന് അവൾക്ക് ദേഷ്യം വരികയില്ലേ? ഇന്നത്തെ പെൺകുട്ടികൾ ആരും അങ്ങനെ അടങ്ങി ഒതുങ്ങി വീട്ടിലെല്ലാം സഹിച്ചൊന്നും നിൽക്കുന്നതല്ല, അവർ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറയും. സ്വന്തം മകളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹമുള്ള അച്ഛനമ്മമാർ അവരെ അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് അജയൻ പറയും. പിന്നെ അനി അങ്ങനെ ചെയ്തെങ്കിൽ അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം കാണും, അത് ഉറപ്പാണ്. ആദർശിനെയും അച്ഛനെയും അനുകരിക്കുന്നവനാണ് അനി. ഒരു കാര്യത്തിനും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല, ആരുമായിട്ട് വഴക്കിന് പോകാറുമില്ല. ആ അനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനാമികയുടെ ഭാഗത്ത് തന്നെയായിരിക്കും തെറ്റെന്ന് അജയൻ പറയുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് തന്നെ അനാമികയ്ക്ക് അറിയാമായിരുന്നല്ലോ അനിയും നന്ദുവും തമ്മിൽ അടുപ്പത്തിലാണെന്ന്. എന്നിട്ടും അവൾ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരികയും അനിയെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പം കല്യാണശേഷം എന്തുകൊണ്ടാണ് ആ ഒരു ആവേശം അവൾക്കില്ലാത്തതെന്ന് അജയൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട്. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താവുന്നവനാണ് അനി, അതിന് ശ്രമിക്കാതെ വഴക്കുമായിട്ട് അവൻ്റെ പുറകെ നടക്കുന്നത് നീ ഒന്ന് ആലോചിക്കണം ജാനകി എന്ന് പറഞ്ഞ് അജയൻ അകത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ ജാനകി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.